ഹലോ ഫ്രണ്ട്സ്, തിരുവോണത്തെ വരവേൽക്കാനായിട്ട് നമ്മളെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇന്ന് ഞാനൊരുക്കിയ ഒരു പൂക്കളം എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കളർ കോമ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഓണത്തിന് നമ്മൾ ഒരു പൂക്കളം ഒരുക്കണം എന്ന് മാത്രം വിചാരിച്ച് പൂവിടുന്നതും വളരെ മനോഹരമായിട്ട് നമ്മളെ വീടുകളിലൊക്കെ കിട്ടുന്ന പൂക്കൾ വെച്ചിട്ട് നമ്മൾ മനോഹരമായിട്ട് പൂക്കളം തീർക്കുന്ന ദിവസം ഉണ്ടല്ലോ, നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കുമല്ലേ. അന്നത്തെ ദിവസം തന്നെ ചിലപ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കാൻ ഇത്തരം ചെറിയ കാര്യങ്ങൾക്കൊക്കെ വലിയൊരു പങ്ക് തന്നെ ഉണ്ടല്ലേ. ഇപ്പം നമ്മൾ പുറപ്പെട്ട് പോയേക്കുന്നത് കണ്ണൂരാണ് കേട്ടോ. അപ്പം നമ്മൾ ഓണത്തിൻ്റെ പർച്ചേസും അതുപോലെ ഫെയറും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പോക്ക്. മുനീശ്വരൻ കോവിൽ നിന്ന് SN പാർക്ക് റോഡിലേക്ക് പോയാൽ പിള്ളയാർ കോവിൽ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു മഹാലാഭമേള നടക്കുന്നുണ്ട്. അവിടത്തേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. പൊതുവേ നമ്മൾക്ക് ഈ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രീതിക്ക് തിരക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എങ്കിൽ കൂടി അതൊരു രസമാണല്ലേ. മേളത 5 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് ഇപ്പോൾ വീഡിയോയിൽ ഞാൻ കാണിക്കാം. നിങ്ങൾക്കിവിടെ എത്തിപ്പെടണം എന്നുള്ളവർ തീർച്ചയായും എത്തണം കേട്ടോ. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് മെയിനായിട്ട് പബ്ലിക് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഇതേപോലത്തെ ഒരു സംഭവം തന്നെ നമ്മുടെ തളിപ്പറമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ അവിടെ പോയി സാധനം പർച്ചേസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത് കേട്ടോ. ഫസ്റ്റിൽ നമ്മൾ കയറുമ്പം തന്നെ ഒരു കൂട്ടം ചുരിദാറാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. 200 ആണ് റേറ്റ് വരുന്നത്. ഡെയിലി യൂസിനൊക്കെ പറ്റിയ ചുരിദാറുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുറേ ഡ്രസ്സ് ഉണ്ട്, അതിനൊക്കെ 200. പിന്നെ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സ് ഇതാ 159 രൂപക്കാണ്. അതിൽ ചെറിയ റേറ്റിനുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ അതാ നമുക്ക് അത്യാവശ്യം വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. എനിക്കിതിൽ ഒരെണ്ണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് എടുത്തില്ല. നല്ല സൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ധൻഷുവിന് 2 പാൻറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ധൻഷുവിന് 2 പാൻറ്റും 2 ബനിയൻസും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ വളരെ ചെറിയ റേറ്റാണ്. ഈ പാൻറ്റിന് 150 രൂപ എങ്ങാനാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് കേട്ടോ. പിന്നെ അതായത് ഇതുപോലെ 2 ബനിയനും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതായത് ബെൽറ്റിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ നോക്കുകയാണ്. എനിക്ക് പിന്നെ ബെൽറ്റിൻ്റെ ഒരു ആവശ്യം ഇപ്പം ഇല്ല, അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല കേട്ടോ. ഇവിടെ നല്ല തിരക്കും ഉണ്ട് കേട്ടോ. ഇതൊരു മഹാലാഭമേള ആയതുകൊണ്ടാണ് നല്ല തിരക്കുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ ഇവിടെ ബെഡ്ഷീറ്റിൻ്റെ സെക്ഷനാണ്. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിലൊക്കെ നമുക്കിവിടെ ബെഡ്ഷീറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നോക്കിയതാണ്, നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നമുക്ക് വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ടർക്കി സെക്ഷൻ, അങ്ങനെ ഓരോന്നിൻ്റെ സെക്ഷൻ വൈസ് ഇവിടെ തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തോർത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. 149 രൂപയ്ക്ക് 4 തോർത്തുകളാണ് കേട്ടോ. ആ ഒരു സെറ്റിൽ 4 തോർത്തുകളാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. 4 തോർത്തുണ്ടാവും ആ ഒരു വലിയ ഇതിലേക്ക്. പിന്നെ അതവിടെ ചവിട്ടീൻ്റെ സെക്ഷൻ, അതുപോലെ ഡ്രസ്സ്, ജെൻസ് ബെൽറ്റ്, ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് തന്നെ നിങ്ങളിത് നോക്കണം, കാരണം വീഡിയോയിലൊക്കെ കാണിക്കുന്നതിൽ നമുക്കൊരു പരിധി ഉണ്ടല്ലോ. അതും ഇത്രയും തിരക്കുണ്ടാകുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. അത്രയും തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആൾക്കാർ നടക്കാൻ തന്നെ സമ്മതിക്കാത്ത പോലെയാണ്. ഈ ഒരു ലുങ്കിയാണ് കേട്ടോ നമ്മുടെ അച്ഛനമ്മമാർ വയസ്സായവരൊക്കെ ഇടുന്ന 79 രൂപ. അതിലാണ് അമ്മമ്മയ്ക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ ബാഗിൻ്റെ ഒരു വലിയൊരു സെക്ഷൻ തന്നെ ഇവിടെയുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കുട്ടികൾക്കുള്ള ബാഗും ഒക്കെ നമുക്കവിടെ കാണാം. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, നമുക്ക് എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളത്. പിന്നെ അതാ കുറേ അധികം ഫ്ലോർ മാറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതിനൊക്കെ നമ്മൾ ഓരോന്നതിൻ്റെ റേറ്റൊക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഈ ഒരു സെക്ഷൻ എത്തിയപ്പോൾ ധൻഷും എല്ലാം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു സെറ്റിന്, അതായത് 3 കളിപ്പാട്ടങ്ങൾ, അതായത് 3 ജീപ്പാണ്, അതിന് 100 രൂപയാണ്. പിന്നെ അതാ പില്ലോസ്, അങ്ങനെയൊക്കെ ഓരോന്ന്. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾ നല്ല നല്ല ഐറ്റംസ് അതിൻ്റെ അടിയിൽ ഇരിപ്പുണ്ട്. പിന്നെ അത് ഇങ്ങനെയുള്ള ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഇവിടെ നോക്കിയെടുക്കാം. ആ ഒരു ഈ ഒരു പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാനത് നോക്കിയതാണ്. പിന്നെ അത് ഒത്തിരി ലോഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ ഈ ഒരു ചപ്പൽ, ഇതിനൊക്കെ ഇതാ 199 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ചെടികളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, ടൂൾസ്, അതൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോവാം. നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ചെടിയൊക്കെ
നമുക്ക് ഒന്ന് മണ്ണൊക്കെ കളിച്ചിടാനായിട്ട്. പിന്നെ അതാ കുട്ടികളുടെ ചെരുപ്പ്, വലിയവരുടെ ചെരുപ്പ്, അങ്ങനെയൊക്കെ ഒരുപാട് ചെരുപ്പിൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ട്. ഈ ഒരു ചെരുപ്പിൻ്റെ അകത്ത് ഞാൻ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കുറേ അധികം പാത്രങ്ങളൊന്നും പിന്നെ അധികം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയില്ല. പിന്നെ അതാ ടിഫിൻ ബോക്സ്, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് കളക്ഷൻസ്. ഫാൻസി ചപ്പൽ ഇല്ലയെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഫാൻസി ചപ്പലും എല്ലാ ഐറ്റവും കിടപ്പുണ്ട്. ആ പാത്രങ്ങളിൽ വലിയ വലിയ സൈസ് പാത്രങ്ങളുണ്ട്. പിന്നെ നമുക്കിതുപോലെ ചെറിയ ചെറിയ ഭരണികൾ, ഇത് വളരെ ക്യൂട്ടാണെന്നല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മളിതാ നോക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ധൻഷൂട്ടനുണ്ടല്ലോ, എന്തെടുക്കണം എന്ന് അവനൊരു പിടിയില്ല. എല്ലാം എടുത്ത് നീട്ടിയിട്ട് അമ്മ ഇത് വേണോ, അമ്മമ്മ ഇത് വേണോ എന്നൊക്കെയാണ് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് ഇത്തരം പാത്രങ്ങളൊക്കെ. പിന്നെ ഇതാ സ്റ്റീൽ പാത്രങ്ങളുടെ വെറൈറ്റി കണ്ടിട്ട് ഇത് അങ്ങോട്ടേക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മിന്നിത്തിളങ്ങുകയാണല്ലേ. വലിയ സൈസ് പാത്രങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കാണിക്കുന്നതിൽ കുറേയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്കിങ്ങനെ നമ്മളെവിടെയും സ്റ്റക്കായി നിൽക്കാനുള്ള ആ ഒരു ഗ്യാപ്പൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതായത് നാടൻ ചിരവയാണ്. നാടൻ ചിരവയൊക്കെ ആവശ്യമുള്ളവർ ഇതുപോലെയൊക്കെ തീർച്ചയായും വന്നിട്ട് ഇവിടെ വാങ്ങണം കേട്ടോ, നമ്മുടെ കണ്ണൂർ മഹാലാഭമേളയിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. ഈ ഒരു സംഭവം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് എനിക്കറിയാം. അവർക്ക് വേണ്ടിയാണ് ഞാനൊരു വീഡിയോ പ്രത്യേകിച്ച് എടുത്തതും കേട്ടോ. പിന്നത്തെ നമ്മളെ പ്ലേറ്റിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പ്ലേറ്റിൻ്റെ അകത്ത് നിന്ന് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് കളറുള്ള പ്ലേറ്റാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ മേലെ ആ വലിയ സൈസ് പാത്രങ്ങൾ, പിന്നെ വെറൈറ്റി ഷേപ്പിലുള്ള പാത്രങ്ങളൊക്കെ, ബാസ്ക്കറ്റ്, അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ചൂസ് ചെയ്ത് നമ്മുടെ റൂമിനൊക്കെ മാച്ച് ചെയ്യുന്നത് നമുക്ക് വാങ്ങിക്കാം. മഹാലാഭമേളയിൽ പോയിട്ട് അവിടുത്തെ സാധനങ്ങൾ മാത്രം കണ്ടു കഴിഞ്ഞാൽ ശരിയാവില്ല, നമ്മളെയും കൂടെ കാണണ്ടല്ലേ. അപ്പം അതിന് വേണ്ടി ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചതാണ്. പിന്നെ ബാസ്ക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ നമ്മൾ നോക്കി നോക്കി എടുക്കുന്ന കേട്ടോ. അതായത് നമ്മുടെ തുണികളും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ബാസ്ക്കറ്റാണല്ലോ. നമ്മളിപ്പം കുട്ടികളുടെയൊക്കെ ആണെങ്കിൽ ഡെയിലി യൂസിനൊക്കെ പറ്റിയത് നമുക്ക് ഇത്തരം ഇതിലേക്ക് ഇട്ട് വെക്കാം. കാരണം അവർക്ക് ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട്, പിന്നെ മുഷിഞ്ഞ തുണിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ളൊരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബക്കറ്റ്, കപ്പുകൾ എല്ലാം ഉണ്ട് ഇവിടെ. ഇതിലൊക്കെ എല്ലാ ടൈപ്പ് കളറും വരുന്നുണ്ട്. ചില സ്ഥലത്ത് നമുക്ക് എല്ലാ കളറും നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ ഇതുപോലെ നമുക്ക് ഓരോരോ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനും അങ്ങനെയുള്ള ഒരുപാട് പാത്രങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കണ്ടെയ്നേഴ്സ് ആയാലും എല്ലാം നമുക്ക് ഇഷ്ടം പോലെ നോക്കി നോക്കി എടുക്കാം. പിന്നെ നല്ല ഭംഗിയുള്ള കുറേ പാത്രങ്ങളുണ്ട്. പിന്നെ ഇവിടെ കുറേ സാധനങ്ങൾ, അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് ഒരു ഐഡിയയും കിട്ടാത്ത കുറേ സാധനങ്ങളുണ്ട്. എന്തെങ്കിലും കാര്യമായിട്ടുള്ള യൂസേജ് ഉണ്ടാവും അതിനൊക്കെ ഉണ്ട്, പക്ഷെ അതെന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ. തൻഷു ബേബി ഓരോന്ന് അവൻ്റെ ബ്രഷൊക്കെ ഇട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. ഓരോന്ന് കാണുമ്പം കുട്ടിക്കത് അറിയത്തൊന്നുമില്ല, എന്നാലും നമ്മളോട് ചോദിക്കുകയാണ് ഇതെടുക്കട്ടെ എന്നൊക്കെ. പിന്നെ ഈ ഒരു ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുത്തതാണ്. അപ്പുറത്തെ റോയിൽ ലഞ്ച് ബോക്സിൻ്റെ ഒരു സെക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ടിപ്പുറം വന്നപ്പോൾ ഇവിടെയും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ്. അപ്പോൾ ഈ ഒരു കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ നല്ലതാണ്, അതൊക്കെ നമുക്ക് കറികളും മുട്ട അങ്ങനത്തെയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ സ്പൂണുകളും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബോട്ടിലൊക്കെ ഉണ്ട് കേട്ടോ കിടപ്പ്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ധൻഷുവിന്. അങ്ങനെ നമ്മൾ കുറേ ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചില്ല കേട്ടോ. കാരണം തിരക്ക് കാരണം നമുക്ക് അവരുടെ ഇടയിൽ പോയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഐറ്റത്തിനൊക്കെ നമ്മുടെ, അതായത് ലേഡീസിന് യൂസ് ചെയ്യുന്നത് കീ ചെയിൻ ഇങ്ങനത്തതൊക്കെ ഏതെടുത്താലും 10 രൂപയാണ് കേട്ടോ നമുക്ക്. അങ്ങനെ നമ്മൾ ധൻഷു 2 കീ ചെയിൻ, ബുഷ് കാര്യങ്ങൾ, പിന്നെ ഇറുക്കി അങ്ങനത്തെയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവനൊരു ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ക്യാപ്പിന് 99 രൂപയുണ്ട്. അപ്പോൾ അതങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ബില്ലടിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് പോകുന്നത്. ഇവിടെയുള്ള മിക്ക സാധനങ്ങളും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുത്തില്ല, വളരെ പെട്ടെന്ന് വീഡിയോ അങ്ങ് കഴിഞ്ഞു പോയ പോലെയുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായും ഒന്ന് ഇവിടെ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും വരണം കേട്ടോ. കാരണം ഒരുപാട് സാധനങ്ങൾ നമ്മൾ വീട്ടാവശ്യത്തിനുള്ളതിൽ വാങ്ങിച്ചുകൊണ്ട് പോകാം. അപ്പോൾ നമ്മളങ്ങനെ ബില്ലൊക്കെ അടിച്ചതാണ്, നമ്മൾ കാറിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്.
പൂവയ്ക്ക വാങ്ങണമെന്ന് നമുക്ക് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിലും എവിടെയും നിർത്താനുള്ളൊരു ഇതില്ല കേട്ടോ. കാരണം അത്രയും തിരക്കാണ് കണ്ണൂർ. നമ്മളിപ്പോൾ ഇനി നേരെ പോകുന്നത് ഫെയർ കാണാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം നല്ലൊരു ഫെയർ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. പോയവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് അവിടെ കയറാൻ പറ്റുന്നൊന്നും യാതൊരുവിധ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം നല്ല തിരക്കുണ്ട്. വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോലും കിട്ടുമെന്ന് അറിയത്തില്ല കേട്ടോ. എങ്കിലും നമുക്ക് എന്തെങ്കിലും ആവട്ടെ, കയറാൻ പറ്റിയാൽ കയറാമെന്നുള്ള ഇതിലാണ് നമ്മൾ പോകുന്നത്. ഫെയർ അത്യാവശ്യം നല്ല രസമുണ്ട് കാണാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കയറാൻ പറ്റണമെന്നുള്ള ഇതിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നെ ഈ വീഡിയോ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഫെയറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ മഹാമേളയിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള തീർച്ചയായും സമയങ്ങളുണ്ട്, പെട്ടെന്ന് പോയിക്കോളൂ കേട്ടോ.